ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ എക്കണോമിക്സിൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു മൊണോപ്പൊളി പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഈ മൊണോപ്പൊളി മാർക്കറ്റുകൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്ന രീതിയിൽ ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജീസ് പല തരത്തിലും ഫോളോ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പരിചയപ്പെടാനായിട്ട്. ചില മൊണോപ്പൊളി മാർക്കറ്റുകൾ അവരുടെ ഡിമാൻഡ്, ആ ഒരു കമോഡിറ്റി ഡിമാൻഡ് കൂടുതലായിട്ട് നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടുതൽ പ്രൈസിങ് നടത്തുകയും അതുപോലെ തന്നെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കുറവ് പ്രൈസിങ് നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പീക്ക് ലോഡ് പ്രൈസിങ് എന്നുള്ളതാണ്. ആ ഒരു വേർഡിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ മുഴുവൻ ആശയവും അടങ്ങിയിട്ടുണ്ട്. വാട്ട് ഈസ് പീക്ക്? പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉന്നതി അല്ലെ, ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് ലോഡ് പ്രൈസിങ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. It refers to the charging of a higher price for consumers who require service during periods of peak demand and a lower price for those who consume during the off-peak periods. അല്ലേ, രണ്ട് സിറ്റുവേഷൻസ്, പീക്ക് പീരീഡും അതുപോലെ തന്നെ ഓഫ് പീക്ക് പീരീഡ് എന്ന് പറയുന്നത്. പീക്ക് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കൺസ്യൂമേഴ്സ് ഈ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വളരെ കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് പീക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിമാൻഡ് വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെ ഓഫ് പീക്ക് പീരീഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It refers to charging a higher price for consumers who require service during periods of peak demand. അല്ലെ, ഡിമാൻഡ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടുതൽ പ്രൈസ് ഈടാക്കിക്കൊണ്ട് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ പ്രൈസ് ഈടാക്കുന്നതിനെയാണ് പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡെയിലി ലൈഫിൽ കുറേയധികം എക്സാമ്പിളുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് യൂസേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാർത്താവിനിമയ മാധ്യമം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് തന്നെയാണ് അല്ലേ, ഫോർ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മൊബൈൽ കമ്പനികളൊക്കെ ധാരാളമായിട്ട് അവരുടെ ഡാറ്റ ചാർജസിലൊക്കെ വലിയ വർധനവ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിമാൻഡ് കൂടുന്ന അവസ്ഥയിൽ അവരുടെ കമ്മോഡിറ്റീസിന് വളരെയധികം, അത് മൊണോപ്പൊളി പവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് കൂടുതലായിട്ട് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. മൊണോപ്പൊളി പവർ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, വലിയ തോതിൽ വില കൂട്ടിയിട്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മൊബൈൽ കമ്പനികളൊക്കെ എടുക്കുന്ന സമയത്ത് കുറേയധികം എന്താണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വില കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു ഡിമാൻഡ് ഹൈ ആയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ, ഡിമാൻഡ് കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നതിനെയാണ് നമ്മൾ പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ചാർജിങ് എ ഹയർ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ് ഹു റിക്വയർ സർവീസ് ഡ്യൂറിങ് പീരിയഡ്സ് ഓഫ് പീക്ക് ഡിമാൻഡ് and a lower price for those who consume during off-peak periods. Okay. Then peak load pricing involves charging different prices at different points in peak. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും പല സമയങ്ങളിൽ പല പ്രൈസ് ഈടാക്കുന്ന ആ ഒരു പ്രൈസിങ് രീതിയാണെന്ന് പറയുന്നത് പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. The objective of peak load pricing is to increase economic efficiency by charging consumers prices that are close to marginal cost. അല്ലേ, ഈ ഒരു പീക്ക് ലോഡ് പ്രൈസിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഇൻക്രീസ് ഇക്കണോമിക് എഫിഷ്യൻസി ബൈ ചാർജിങ് കൺസ്യൂമേഴ്സ് പ്രൈസസ് ദാറ്റ് ആർ ക്ലോസ് ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഫേംസിൻ്റെ മാർജിനൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ആളുകളുടെ അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മോഡിറ്റീസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തിലൊക്കെ കുറവ് സംഭവിച്ചത് അല്ലേ, സിഗ്നൽ പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൊണോപ്പൊളി മാർക്കറ്റുകൾ എന്താണ്, ഈ ഒരു പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കോസ്റ്റ് വർദ്ധിക്കും അല്ലേ, കുറേയധികം മെയിൻ്റനൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് ചിലവ് വർദ്ധിക്കും.
അപ്പോൾ ഈ ഒരു ചിലവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നതായിട്ട് വരുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഫേംസിൻ്റെ എന്താണ് ചിലവ് വർദ്ധിക്കുന്നു. ആ ചിലവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസിൽ വർധനവ് ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. ഓക്കെ, സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് പീക്ക് ലോഡ് പ്രൈസിംഗ് ഈസ് ടു ഇൻക്രീസ് എക്കണോമിക് എഫിഷ്യൻസി ബൈ ചാർജിങ് കൺസ്യൂമേഴ്സ് പ്രൈസസ് ദാറ്റ് ആർ ക്ലോസ് ടു മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ പ്രൈസിങ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾസ് അല്ലേ, അതായത് വളരെ നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഗൾഫിലേക്കൊക്കെ ഒരു കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ചാർജ് ഈടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇൻ്റർനാഷണൽ കോളുകളൊക്കെ വിളിക്കുന്ന സമയത്ത് കൂടുതൽ മൊബൈൽ കമ്പനികളൊക്കെ കൂടുതൽ എന്താണ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ, നമുക്ക് അതിനുള്ള മാർജിനൽ കോസ്റ്റ് കൂടുതലാണ് അല്ലേ. ഇവർ കൂടുതലായിട്ട് ഒരു ഡിസ്റ്റൻസ് കൂടുന്നതോറും ഈ ഒരു കമ്പനികളുടെയൊക്കെ എന്താണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രൈസിങ് നടത്തുന്നത്. ദെൻ പ്രൈസിങ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലായാലും നമ്മൾ ഡേ ടൈമിലാണ് കൂടുതൽ, വർക്കിംഗ് ഹവേഴ്സിലാണ് കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾക്കൊക്കെ അനുസരിച്ച് അല്ലേ, നല്ല ചൂട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ കൺസംഷൻ കൂടുന്ന സമയത്ത് ഈ ഒരു മാർജിനൽ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധികമായിട്ട് ഇലക്ട്രിസിറ്റി അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ പ്രൈസ് ഈടാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ പ്രൈസിങ് ഓഫ് ഇൻ്റർനെറ്റ് യൂസേജ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ, കൂടുതലായിട്ട് ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെയും എന്താണ് കൂടുതൽ പ്രൈസിങ് ഈടാക്കും. ദെൻ പ്രൈസിങ് ഓഫ് അമ്യൂസ്മെൻറ്റ് പാർക്സ് ഓൺ വീക്കെൻഡ്സ് ആൻഡ് പ്രൈസിങ് ഓഫ് എയർലൈൻ സർവീസസ്. അതേപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ വീക്കെൻഡുകളിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡുകളിൽ എന്താണ് ഓഫ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകൾ അമ്യൂസ്മെൻറ്റ് പാർക്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം വർദ്ധിക്കുന്നതായിട്ട് വരും. അപ്പോൾ അവിടെ എന്താണ് അത്തരം സിറ്റുവേഷനിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ കൂടുതൽ പ്രൈസിങ് അല്ലെങ്കിൽ കൂടുതൽ പ്രൈസ് ഈടാക്കേണ്ടതായിട്ട് വരുന്നു. ആൻഡ് പ്രൈസിങ് ഓഫ് എയർലൈൻ സർവീസസ്. ഓക്കെ, എയർലൈൻ സർവീസസിലും ഇത്തരത്തിലുണ്ടാകുന്ന ഡിമാൻഡ് കൂടുന്ന ഒരു വെക്കേഷൻ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എയർലൈനിലും യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സീസണിൽ ടിക്കറ്റ് ചാർജൊക്കെ വളരെ ഉയർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് പ്രൈസിങ് ഈടാക്കുന്ന ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ peak load pricing is practiced when three conditions are met in producing a good or service അല്ലേ. ഈ പീക്ക് ലോഡ് പ്രൈസിങ് നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് കനോട്ട് ബി സ്റ്റോറബിൾ അല്ലേ. ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ്, ആ ഒരു സർവീസ് എന്താണ് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കരുത്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അത് തീർന്നു പോകുന്നുണ്ട് അല്ലേ. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുമെങ്കിൽ പോലും അതിന് കുറേയധികം പരിമിതികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന എയർലൈൻ സർവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ട് എന്താണ് നെക്സ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പിന്നീട് യൂസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കരുത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പീക്ക് ലോഡ് പ്രൈസിങ് നടത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. Then next, the same facilities must be used to provide the service during the different periods of time അല്ലേ. അതേപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷൻസ് ആയിട്ട് വരുന്നത് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നൽകുന്ന സമയത്ത് ഏത് ടൈമിലാണോ ഏത് ടൈമിൽ ഏത് വില ഈടാക്കുകയാണെങ്കിൽ പോലും സെയിം ഫെസിലിറ്റീസ് തന്നെയായിരിക്കണം നൽകേണ്ടത്. ഓക്കെ, സെയിം ഫെസിലിറ്റീസ് മസ്റ്റ് ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ദ സർവീസ് ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ടൈം. അതായത് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ഫെസിലിറ്റീസ് നൽകിക്കൊണ്ട് വ്യത്യസ്ത പ്രൈസ് ഈടാക്കാനായിട്ട് ഈ ഒരു പീക്ക് ലോഡ് പ്രൈസിംഗ് കൊണ്ട് സാധിക്കില്ല. അതായത് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ഫെസിലിറ്റീസ് ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ മാർജിനൽ കോസ്റ്റിലൊക്കെ വർധനവുണ്ടാകും. അപ്പോൾ വളരെ വലിയ തോതിൽ പ്രൈസ് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ സെയിം ഫെസിലിറ്റീസ് തന്നെ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത പ്രൈസിൽ ഈടാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് പീക്ക് ലോഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. Then third condition is that there must be variation in the demand characteristic at different periods of time. നമ്മൾ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത വിലകൾ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ എന്തായിരിക്കണം ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിമാൻഡിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം.
അതായത് വളരെ ഡിമാൻഡ് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ കൂടുതൽ പ്രൈസ് ഈടാക്കുകയും വളരെ കുറഞ്ഞ ഡിമാൻഡ് നിൽക്കുന്ന അവസ്ഥയിൽ കുറഞ്ഞ പ്രൈസ് ഈടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് വേരിയേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഈ ഒരു പീക്ക് ലോഡ് പ്രൈസിങ് നടത്താനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 3 കണ്ടീഷൻസ് ഓഫ് പീക്ക് ലോഡ് പ്രൈസിങ്. നോക്കാം, the product cannot be storable. The same facilities must be used to provide the service during the different periods of time. There must be variation in the demand characteristics at the different periods of time. Then the diagrammatic representation of this peak load pricing is there. Here in the diagram, D1 is the demand curve. Okay, ഇവിടെ നമ്മൾ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും D1 എന്ന് പറയുന്ന കർവ് അല്ലേ. D1 is the demand curve for peak period and D2 the demand curve for the off peak period അല്ലേ. D1 എന്ന് പറയുന്നത് പീക്ക് ഡിമാൻഡ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ള ഡിമാൻഡ് കർവാണ് D1 എന്ന് പറയുന്നത്. ആൻഡ് D2 the demand curve for the off peak period അല്ലേ. അതായത് ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുള്ള ഡിമാൻഡ് കർവാണ് എന്ന് പറയുന്നത് D2 എന്ന് പറയുന്നത്. ഓഫ് പീക്ക് പീരിയഡ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷൻ അല്ലേ, വളരെയധികം ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ വരുന്നതാണ് D2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ MR1 is the marginal revenue curve during the peak period. MR1 is here, it is a marginal revenue under peak period. And the marginal revenue curve in MR2 is the marginal revenue curve during the off-peak period. There is MR2, that is off-peak period marginal revenue. Then the firm sets MR equal to MC for each period. Like, അതായത് നമുക്കറിയാം ഒരു മൊണോപ്പൊളി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴാണ്? MC ഈസ് ഈക്വൽ ടു MR എന്ന് പറയുന്ന പോയിന്റാണ്. ഇവിടെ 2 പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും, MC യും MR ഉം തുല്യമാവുന്നത് അല്ലേ. ഹിയർ MR2 അതുപോലെ തന്നെ MC യും ഈക്വൽ ആവുന്ന പോയിന്റ്, MR1 ഉം MC യും ഈക്വൽ ആവുന്ന പോയിന്റ്. അപ്പോൾ 2 കണ്ടീഷൻസിലും ഈ ഒരു മൊണോപ്പൊളി ഫേം MC MR ഉം തുല്യമാകുന്ന പോയിന്റിൽ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ MC is high during peak periods because of capacity constraints. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് പീക്കിലെത്തുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ പീക്കിലെ ഡിമാൻഡ് കർവാണ് D1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ MC is equal to MR. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാർജിനൽ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ആ ഒരു ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റിലും വർധനവ് ഉണ്ടാവും. Thus a higher price of P1 is determined for the peak period and lower price P2 for the off peak period അല്ലേ. അവിടെ പീക്ക് പീരിയഡിൽ ഈടാക്കുന്ന പ്രൈസ് ആണ് P1 എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഹയർ ദാൻ ദ P2. P2 എന്ന് പറയുന്നത് എന്താ? ഓഫ് പീക്ക് പീരിയഡിൽ ഡിമാൻഡ് വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഈടാക്കുന്ന പ്രൈസ് ആണ് P2 എന്ന് പറയുന്നത്. ഓക്കെ, the corresponding quantities are Q1 and Q2 respectively. അതായത് Q1 ആണ് പീക്ക് പീരിയഡിലുള്ള ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഡിമാൻഡഡ് ആൻഡ് Q2 is the corresponding quantity under off-peak period. Okay, that is all about the peak load pricing theory. Okay, then diagram ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡയഗ്രത്തിൽ 2 ഡിമാൻഡ് കർവുകൾ D1 ആൻഡ് D2. D1 എന്ന് പറയുന്നത് that is the peak period demand curve. D2 is the off-peak period demand curve. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പീക്ക് പീരിയഡിൽ P1 is the price and off peak period P2 is the price. Then Q1 is the peak period quantity and Q2 is the off peak period quantity. ഡയഗ്രത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. Okay, that is all about the peak load pricing. Then we will meet in the next class with a new topic. Thank you.